ഡിയേഴ്സ് നമുക്ക് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാമത്തെ പാഠത്തിലെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പരിണാമത്തിനുള്ള തെളിവുകളാണ് നമ്മൾ പറയണത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ മനുഷ്യന്മാർക്കും ചിമ്പാൻസിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 0 വ്യത്യാസമുള്ള ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകൾക്ക് പറഞ്ഞു അല്ലേ. പക്ഷേ ഗോറിലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എലി ആണെങ്കിലും അതിൽ 31 വ്യത്യാസമുണ്ട്. എലിയും നമ്മൾ 31 വ്യത്യാസമുണ്ട്. സമാധാനം അല്ലേ? യെസ്. അപ്പോൾ ഇനി പിന്നെ നമ്മൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഒരാൾ ഇവിടെ എന്തോ വായിലൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലേ. അതിന് താഴെ ഒരു മനുഷ്യനും ഒരു ഗോറിലയും ഒരു കുരങ്ങൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിമ്പാൻസിനോട് ഏറ്റവും അടുത്ത ബന്ധം ആർക്കാണെന്നറിയോ? നമ്മൾ മനുഷ്യർക്കാണേ. അപ്പോൾ നോക്ക്, ഈ മനുഷ്യരും ചിമ്പാൻസിയും നമ്മൾ വലിയ വ്യത്യാസമല്ല. അവർ എന്താണ്, ഒരേ ഗണത്തിൽപ്പെട്ടാണ്, ഒരേ കുടുംബക്കാരാന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷേ ഗോറിലയ്ക്കും കുരങ്ങിനൊക്കെ കുറച്ച് കൂടുതൽ വ്യത്യാസമുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇനി നമ്മൾ ആന്തരഘടനയിൽ താരതമ്യം ചെയ്യാണ്. ആന്തരഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തുള്ളത്, അതായത് നമ്മൾ പുറത്തേക്ക് കാണാനല്ല, ഉള്ളിൽ എന്തൊക്കെയാണ് താരതമ്യം ചെയ്യാം. ഉള്ളിലുള്ള നമ്മുടെ എല്ലുകളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ്റെയും പൂച്ചേൻ്റെയും തിമിംഗലത്തിൻ്റെയും വവ്വാലിൻ്റെയൊക്കെ ഉള്ളിലെ എല്ലുകൾ, അത് കയ്യിൻ്റെയൊക്കെ ഉള്ളിൽ അതിൻ്റെ എല്ലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നും. അപ്പം എല്ലാത്തിനെയും ഏകദേശം വിരലുകളും ഇതൊക്കെ നോക്കുമ്പോൾ എല്ലും ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഉള്ളിൽ നോക്കുമ്പോൾ ഏകദേശം ഇതുപോലെയാണ്. പക്ഷെ നമുക്കറിയാം എന്താണ്, ഇവിടെ അവരുടെ എല്ലാവരുടെയും കാണാൻ ഒരുപോലെ ആണെങ്കിലും ഇവരുടെ പ്രവർത്തനമൊക്കെ വ്യത്യാസമാണ് അല്ലേ. മനുഷ്യൻ കൈ കൊണ്ട് ചെയ്യണതല്ല പൂച്ചേൻ്റെ കൈ കൊണ്ട് ചെയ്യുക. അതല്ല തിമിംഗലത്തിൻ്റെ ഫ്ലിപ്പർ കൊണ്ട് ചെയ്യുക. അതല്ല വവ്വാലിൻ്റെ കൈ കൊണ്ട് ചെയ്യുക. എല്ലാം എന്താണ്? വ്യത്യാസമാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം ഇവിടെ അസ്ഥികൾ സമാനമാണ്, പക്ഷേ അവയവങ്ങൾ അവരുടെ ബാഹ്യഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. കണ്ടോ? ശരിയല്ലേ? അപ്പോൾ നമുക്കിത് നോട്ടാക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാമെന്നറിയോ? നോട്ട് നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. ആന്തരഘടനയിലെ താരതമ്യം. അപ്പോൾ ഇവിടെ ഹോമോലോഗസ് അവയവങ്ങൾ എന്നാ പറയാം. ഇത്തരം അവയവങ്ങൾക്ക് എന്താ പറയുക? ഹോമോലോഗസ് അവയവങ്ങൾ. വ്യത്യസ്ത ജീവികളിൽ ഒരേ അടിസ്ഥാന ഘടനയും ഉത്ഭവവും ഉള്ളതും എന്നാൽ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് ഹോമോലോഗസ് അവയവങ്ങൾ. അതിന് എക്സാമ്പിളാണ് മനുഷ്യൻ്റെ കൈ, പൂച്ചയുടെ മുൻകാൽ, തിമിംഗലത്തിൻ്റെ ചിറക്, വവ്വാലിൻ്റെ ചിറക്. ഇതൊക്കെ എന്തിനാണ്? ഈ ഹോമോലോഗസ് അവയവങ്ങൾക്ക്, അതായത് ഹോമോലോഗസ് ആണ് ഇവരൊക്കെ. കാരണം ഇവരെന്താണ്? ഒരുപോലെയാണ് ഘടന, പക്ഷേ അവരുടെ ഡ്യൂട്ടി, അവരുടെ ധർമ്മം എന്താണ്? വ്യത്യാസമാണ്. യെസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്താണ്, പരിണാമത്തിൻ്റെ തെളിവുകളാണ് കാണുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ആന്തരഘടനയിലെ വ്യത്യാസങ്ങളാണ് കണ്ടത്. ഇനി ഫോസിൽ തെളിവുകൾ. അപ്പോൾ എന്താണ് ഫോസിൽ? ഫാസിലല്ല കേട്ടോ, ഫോസിലാണേ. അപ്പോൾ ഫോസിൽ എന്താ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അല്ലേ. പുരാതന കാലത്തല്ലേ ജീവികളുടെ അവശിഷ്ടങ്ങളും അവരുടെ അടയാളങ്ങളൊക്കെ നമ്മൾ ഫോസിൽ എന്ന് പറയും. പണ്ട് കാലത്ത് വല്ല പാറക്കെട്ടിൻ്റെ ഇടയിലോ മഞ്ഞുപാളികൾക്കിടയിലൊക്കെ വല്ല ജീവികൾ ഇടയിൽപ്പെട്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചത്ത് ചീഞ്ഞ് അവിടെ ഇടയിൽ നിന്ന് അങ്ങനെ അവിടെ തന്നെ അതുപോലെ അങ്ങനെ പ്രസ്സായിട്ട് അവിടെ അങ്ങനെ എന്താ പറയുക, അവിടെ ഒട്ടിയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫോസിൽ എന്ന് പറയാം. കുറേ 1000ഓളം വർഷങ്ങൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആരും കേട്ടോ. ഇത് അവിടെ ഒരു കുതിരച്ചേട്ടൻ കിടക്കണത്. അപ്പോൾ ഇത് വർഷം നമ്മുടെ മുതുമുത്തശ്ശൻ പോലും ഈ കുതിരനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ ആ ഫോസിൽ നമുക്ക് ഫോസിൽ പറയാൻ എന്താ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ എന്ന് പറയാം. അപ്പോൾ ഈ ഫോസിലുകളെ പരിണാമത്തിന് നൽകുന്ന തെളിവുകളാണ് നമ്മൾക്ക് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്, ക്രമമായിട്ടുണ്ടാവണ ഒരു പ്രക്രിയയാണ്. പിന്നെ എന്താണ്? പതുക്കെ ഉണ്ടാവണതാട്ടോ, പെട്ടെന്ന് ഉണ്ടാവണ സംഭവം അല്ല ഇതെന്ന് മനസ്സിലാവും. പരിണാമം തുടർച്ചയായതും പതുക്കെ സംഭവിക്കുന്നതുമായ മാറ്റമാണ് നമുക്ക് ഈ ഫോസിലുകളുടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് ഈ ഫോസിലുകൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുതിരയും അപ്പത്തെ കുതിരയും വ്യത്യാസമായിരിക്കും. ഉദാഹരണം എന്താണ്? കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടെ കാലുകളേക്കാൾ ചെറുതായിരുന്നു അവരുടെ പൂർവികരുടെ കാലുകൾ. ഇത് കാലക്രമേണ കുതിരകളുടെ കാലുകൾക്ക് വലുപ്പത്തിലും രൂപത്തിലും വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. മനസ്സിലായോ? അപ്പോൾ ഫോസിലുകൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി അടുത്തതാണ് ഇടനില ഫോസിലുകൾ. ഇടനില ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത തരം ജീവികൾക്കിടയിലുള്ള കണ്ണികളാണ് ഇവ. അതാണ് ഇടനിലക്കാരാണ് അവരെ, ഇപ്പോഴുള്ളതും അല്ലെങ്കിൽ വേറുള്ളവരും. അതിനൊരു എക്സാമ്പിളാണ് ആർക്കിയോപ്റ്റെറിക്സ്. ആർക്കിയോ ആണ് എന്ത്? ടെറിക്സ്. ആർക്കിയോപ്റ്റെറിക്സ് അതെന്താണ്? അത് പക്ഷിയുടെ സ്വഭാവം കാണിക്കും, ഉരകങ്ങളിലെ അവരുടെ സ്വഭാവം കാണിക്കും.
അപ്പോൾ അത് നമുക്ക് ആർക്കിയോപ്ടെറിക്സ്. അപ്പോൾ എന്താണ് പക്ഷികളുടെ സ്വഭാവം കാണിക്കും, അതുപോലെ എന്താണ് കാണിക്കുക, നമ്മളെ ഉരകങ്ങളുടെ സ്വഭാവം കാണിക്കും. പക്ഷികളുടെ ചിറകും തൂവലൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ ഉരകങ്ങളുടെ പല്ലും നഖമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്കിയോപ്ടെറിക്സ്. ഇതെന്താണ്, ഇവർ തമ്മിലുള്ള ഈ പക്ഷികളും ഉരകങ്ങളും തമ്മിൽ എന്തോ ഒരു പരിണാമ ബന്ധമുണ്ട് എന്ന് കാണിക്കുകയാണ്. മനസ്സിലായോ? അവരാണ് അപ്പോൾ ഇടനില ഫോസിലുകൾ. ഇനി അടുത്തതാണ് ആദിമ ജീവികളുടെ ഫോസിൽ. പണ്ട് ഉണ്ടായിരുന്നു, അവരെന്താണ് ഇപ്പം ഇല്ല. അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും, ഈ ഫോസിലുകൾ സഹായിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ദിനോസറിൻ്റെയും മാമത്തിൻ്റെയും ഫോസിൽ. മാമത്തും ദിനോസറും അതിപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ദിനോസറിൻ്റെ ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിനുപോലെ ഇടനില ഫോസിൽ ആർക്കിയോപ്ടെറിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഭൂമിയിൽ ഇത് ഇടനിലക്കാരിലൊക്കെ ഉണ്ടോ? അതായത് ഇടനിലക്കാരിലല്ല, പണ്ട് ആദ്യം ദിനോസറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഇനി പരിണാമം ഒരു തുടർ പ്രക്രിയ. പരിണാമം എന്താണ്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം തുടർച്ചയായിട്ട്. എവിടെയും സ്റ്റോപ്പ് ആവോ? ഇനി മതി പരിണാമം പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പാക്കാൻ പറ്റുമോ? ഇല്ല. പരിണാമം എന്താണ്, തുടർന്നുകൊണ്ടേയിരിക്കണ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താരം എന്താണ്, വൈറസ് ആട്ടോ. ഈ വൈറസിലുള്ള RNA ആണ് മെയിനായിട്ട് അവരുടെ ജനിതക വസ്തു, നമ്മുടെ DNA അല്ലേ. അതുപോലെ അതിൽ ഈ RNAകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് പെട്ടെന്ന് തന്നെ മ്യൂട്ടേഷൻ സംഭവിക്കും. പെട്ടെന്ന് അവർക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്, അവർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായാൽ അവർ വേറെ വൈറസ് ആവും. ഇപ്പം ഉണ്ടാവുന്ന വൈറസ് ആവില്ല, ആ വൈറസിൻ്റെ കുട്ടി അത് വേറെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യൻ്റെ കുട്ടി മനുഷ്യനാവില്ലേ, പക്ഷേ വൈറസ് വ്യത്യസ്തം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൈറസ് വന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കിയാൽ ആ അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കൊണ്ട് നമുക്ക് എന്ത് മാറില്ല, നമ്മുടെ അസുഖം മാറില്ല. കാരണം അപ്പം തന്നെ അയാൾ വേറെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്, ഈ പ്രതിരോധ സംവിധാനത്തിന് മറികടക്കാനും ഈ ആൻറ്റി വൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കാനും ശേഷി ഇവയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളെ പ്രകൃതി നിർദ്ധാരണം വഴി അവയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പ്രകൃതി നിർദ്ധാരണം നമ്മുടെ ഡാർവിനിസം അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞ് നോക്കാം. എന്താണ്, വൈറസുകളുടെ ജനിതക വസ്തു RNA ആണ്. RNAക്ക് മാറ്റങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷനുകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ മാറ്റങ്ങൾ പുതിയ വൈറസ് വകഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചില മാറ്റങ്ങൾ കാരണം വൈറസുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മറികടക്കാൻ കഴിയും. അതുകൊണ്ടാണ് വാക്സിനുകൾക്ക് ചിലപ്പോൾ പുതിയ വകഭേദങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ പ്രയാസം വരുന്നത്. നമ്മൾ കൊറോണ വൈറസൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും ഡോക്ടർമാർ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ നോക്കുക, രണ്ട് കുട്ടികൾ കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്യണേ. ഒരാൾ പറയാണ്, വൈറസുകളിലേതുപോലെ മനുഷ്യരുടെ രൂപപ്പെടലിനും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാവോ? മനുഷ്യന് പെട്ടെന്ന് മാറുമോ? ഇപ്പം ഉണ്ടായ മനുഷ്യനിലെ അടുത്ത തലമുറയിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? കയ്യോ കാലോ വളർന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളുടെ കുട്ടികളുണ്ടാവോ? ഇല്ല. വൈറസുകളാണെങ്കിൽ അങ്ങനെയാണല്ലേ, വ്യത്യസ്തം ഫുൾ വെറൈറ്റിയുടെ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർക്ക് അത് പറ്റുമോ? ഇല്ല. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലായി, മനുഷ്യൻ്റെ പരിണാമം പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നും നമുക്കറിയാം, നമ്മുടെ പൊതു പൂർവികരുണ്ട്. നമ്മളെ മനുഷ്യനാണെങ്കിലും കുരങ്ങനാണെങ്കിലും ആൾക്കുരങ്ങാണെങ്കിലും ഇവർക്കൊക്കെ ഒരു പൊതു പൂർവികരുണ്ട്. അവർക്ക് നമ്മളൊരു പേര് പറയും, അതെന്താണെന്നറിയോ? പ്രൈമേറ്റുകൾ. എന്താണ്? പ്രൈമേറ്റുകൾ. ഈ പ്രൈമേറ്റുകൾക്ക് കുറച്ച് പൊതു സവിശേഷതകളുണ്ട്. അതായത് നമ്മൾ എന്തായാലും എല്ലാവർക്കും ഒരുപോലെ പ്രൈമേറ്റുകൾക്ക് പൊതുവായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാണ് മറ്റ് വിരലുകളോട് സമ്മുഖമാക്കാവുന്ന തള്ളവിരൽ. അവരുടെ തള്ളവിരലില്ലേ, നമ്മൾ ആലോചിക്കാം, നമ്മുടെ തള്ളവിരൽ നമ്മളെ മറ്റു വിരലുകളൊക്കെ സമ്മുഖം, അതായത് അതിനെ കൊണ്ട് ഫേസ് ടു ഫേസ് ആക്കാൻ പറ്റില്ലേ. നമുക്ക് ഈ തള്ളവിരലും കൊണ്ട് എല്ലാ വിരലോടും നമുക്ക് ഹായ് ഹലോ അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റും പോലെ നമുക്ക് നേരെ ഫേസ് ടു ഫേസ് മുഖാമുഖം നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയാം. അതായത് മുഖാമുഖം നിന്നിട്ട് ബാക്കിയുള്ള വിരലുകൾ പോലെയല്ല, തള്ളവിരൽ എല്ലാവർക്കും എന്താണ് ഇങ്ങനെ പൊതുവായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പ്രൈമേറ്റ്സിൻ്റെ എല്ലാവരുടെയും തള്ളവിരൽ എന്താണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് പ്രൈമേറ്റുകൾ പറഞ്ഞാൽ, കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങളുടെയും മനുഷ്യരുടെയും പൊതു പൂർവികർക്ക് നമ്മൾ പ്രൈമേറ്റുകൾ എന്ന് പറയുക. അവിടെ പൊതു സവിശേഷതകൾ ഒന്നാമത്തതാണ് മറ്റു വിരലുകളോട് സമ്മുഖമാക്കാവുന്ന തള്ളവിരൽ. അടുത്തതാണ് ദ്വിനേത്ര ദർശനം. അവർക്ക് രണ്ട് കണ്ണുകൊണ്ടും കാണാൻ പറ്റും. അതുപോലെ വലിയ മസ്തിഷ്കം, അവരുടെ മസ്തിഷ്കം വലുതായിരിക്കും. സാമൂഹിക സ്വഭാവം, അവർക്ക് എല്ലാവരോടും ഹായ് ഹലോ എന്നുണ്ട് എല്ലാവരും കൂട്ടുകൂടാനും സമൂഹമായിട്ട് ഇരിക്കാനും കുടുംബമായിട്ട് ഇരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് അവരുടെ സ്വഭാവമാണത്. കൈകൾ പലതരത്തിൽ ചലിപ്പിക്കാം. അവരുടെ കൈ എങ്ങനെ വേണം അവർക്ക് ചലിപ്പിക്കാൻ പറ്റും, സാധനങ്ങൾ പിടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. അതുപോലെ തലയോട്ടിയുടെ രൂപം എല്ലാവരുടെ ഒരുപോലെ ആയിരിക്കും. ഇനി ഇവിടെ വലിയ കുറേ ആൾക്കാർ, നമ്മളെ കുടുംബക്കാരും എന്താ പറയുക
എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൈമേറ്റുകളാണ് ഇവിടെ. ഈ പ്രൈമേറ്റുകളെ നമ്മൾ ആന്ത്രോപോയിഡ എന്ന് പറയും. എന്താണ്? ആന്ത്രോപോയിഡിയ. ആന്ത്രോ എങ്ങോട്ടോ പോയി. ആന്ത്രോ പോയി ഡിയ. മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ. ആന്ത്രോപോയിഡിയ രണ്ട് ഗ്രൂപ്പാക്കാം. സെർക്കോപിത്തിക്കോയിഡിയ. എന്താണ്? ഒരു പേരാക്കാം. സെർക്കോ പിച്ചി എന്നൊക്കെ പറയില്ലേ? സെർക്കോ എന്നെ പിത്തി. സെർക്കോപിത്തിക്കോയിഡിയ ഹോമിനി. അപ്പോൾ ആന്ത്രോപോയിഡിയയിൽ രണ്ടെണ്ണമാണ്. ഒന്ന് സെർക്കോപിത്തിക്കോയിഡിയ. ഞാൻ വേറെ കളറിൽ കാണിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെർക്കോപിത്തിക്കോയിഡിയ. അതുപോലെ അടുത്തതാണ് ഹോമിനോയിഡിയ. ഒക്കെയും ഡിയ ലാസ്റ്റ് ഉണ്ട്. അത് ആന്ത്രോപോയിഡിയയിലും സെർക്കോപിത്തിക്കോയിഡിയയിലും ഹോമിനോയിഡിയ. അപ്പോൾ ഇതെന്താണ്? ആന്ത്രോപോയിഡിയയിൽ രണ്ട് ഗ്രൂപ്പാണ്, സെർക്കോപിത്തിക്കോയിഡിയയും ഹോമിനോയിഡിയയും. ഇനി ഈ ഹോമിനോയിഡിയയിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യരും, നമ്മുടെ അടുത്ത ബന്ധുവായ ചിമ്പാൻസിയും ഗോറില്ലയും ഒറാങ്ങൂട്ടനും ഗിബ്ബണൊക്കെ എന്താണ്? നമ്മുടെ കുടുംബക്കാരാണേ. നമ്മൾ ഹോമിനോയിഡ്, നമ്മളൊക്കെ ഒരു വർഗത്തിൽപ്പെട്ടതാണേ, നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ആരൊക്കെയാണ്? മനുഷ്യൻ്റെ തൊട്ടടുത്ത ആൾ ചിമ്പാൻസി, ഗോറില്ല, ഒറാങ്ങൂട്ടൻ, ഗിബ്ബൺ ഇവരൊക്കെ. പക്ഷേ സെർക്കോപിത്തിക്കോയിഡിൽ ആകെ ഒരാൾ വരുന്നേ ഉള്ളൂ. ആരാണ്? നമ്മളെ കുരങ്ങാണ്. ഇനി ഇവിടെ പ്രൈമേറ്റുകൾ ആന്ത്രോപോയിഡിയ ഉണ്ട്, സെർക്കോപിത്തിക്കോയിഡ് പ്രത്യേകത അവർക്ക് ചെറിയ മസ്തിഷ്കമാണ്, അവർക്ക് വാലുണ്ട്. അതായത് കുരങ്ങനെ ആലോചിക്കുക, കുരങ്ങനെ വാലുണ്ടും കുരങ്ങൻ്റെ എന്താണ്? ചെറിയ മസ്തിഷ്കമാണ്. വലിയ മസ്തിഷ്കം തലേൻ്റെ അകത്തൊന്നും ഇല്ല കാര്യമായിട്ട് കുരങ്ങൻ്റെ ബുദ്ധിയെന്ന് പറയില്ലേ. ഈ ഹോമിനോയിഡിയയിൽ പക്ഷേ അവർക്ക് നേരെ ഓപ്പോസിറ്റ്, വലിയ മസ്തിഷ്കമാണ്, വാലില്ല. ഇനി മനുഷ്യൻ, ചിമ്പാൻസി, ഗോറില്ല, പിന്നെന്താണ്? ഒറാങ്ങൂട്ടനും ഗിബ്ബണുമാണ് നമ്മളെ ഇതിൽ വരുന്നത്, നമ്മളെ ഹോമിനോയിഡിയ. അപ്പോൾ പ്രൈമേറ്റ്, ആന്ത്രോപോയിഡിയ, സെർക്കോപിത്തിക്കോയിഡിയ, ഹോമിനോയിഡിയ പേരുകൾ മറക്കാൻ പാടില്ല. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ്? ആന്ത്രോപോയിഡിയയിലെ രണ്ട് വിഭാഗങ്ങളും അവരുടെ പ്രത്യേകത. എന്താണ് ആന്ത്രോപോയിഡ് രണ്ട് വിഭാഗങ്ങൾ? സെർക്കോപിത്തിക്കോയിഡിയയും ഹോമിനോയിഡിയയാണ്. ഇനി ആൾക്കുരങ്ങുകൾ ഏതിലാണ് വരുന്നത്? ആൾക്കുരങ്ങുകൾ വരുന്നത് ഇതിൽ വരിക ഹോമിനോയിഡിയ. ആൾക്കുരങ്ങൾ മനുഷ്യരൊക്കെ ഇതിലാണ് വരിക ഹോമിനോയിഡിയാണ്. ഹോം നമ്മുടെ ഹോമിലല്ലേ മനുഷ്യൻ ഉണ്ടാവുക, ഹോമിലല്ലേ നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഹോമിനോയിഡിയ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? ഓക്കെ, ബൈ. അപ്പോൾ മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.